എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച പോട്ടടെ എങ്ങനെയും. ഓ മൈ ഗോഡ്, അഗൈൻ ദാറ്റ് വിധവ കാർഡ്. മറ്റൊന്നും ഏൽക്കുന്നില്ല, വീണ്ടും വിധവ കാർഡ് എന്ന ഒരു കാർഡുമായിട്ട് രേണു വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. രേണുവായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് രേണുവിന്റെ ഒരു ഡാൻസ് കണ്ട് മംഗളകരമാ മഞ്ചളിൽ ആരംഭിക്കണം. കാക്കി സട്ട കോളറെ പിടിച്ച് തൂക്കിവിടൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് രേണുവിന്റെ പുതിയ വന്ന വീഡിയോ ആണ്. അപ്പൊ രേണു ഇതേ വസ്ത്രത്തിൽ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വളരെ വൾഗറായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പൊ പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷനിൽ നന്നായി എന്നൊരു ആഗമനത്തിലല്ല, ഉദ്ദേശത്തിലല്ല, ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാം. പുള്ളിക്കാരിയുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്സിതം കാണിക്കലാണെന്നുള്ളൊരു ഒരു ചിന്താഗതി ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിനെ അപ്രിഷിയേറ്റ് ദാറ്റ്. ഓക്കെ, നമുക്കിനി രേണു അതുലിനെ ഡാനിയും വെല്ലുവിളിക്കുന്ന കുറച്ച് രംഗങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് സജീന വ്ളോഗ്സിലേക്ക് ഒന്ന് പോയതിനു ശേഷം നമുക്ക് ദേവ് ടോക്സ് ചാനലിലേക്ക് ഒന്ന് പോവാം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് രേണു സുധി അതുൽ വ്ളോഗ്സിനെയും ഡാനി സത്തിനെയും പച്ചവരാതം പറയുന്നത് നമുക്കൊന്ന് കേട്ടോളാം. രേണു സുധിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആദ്യത്തെ ഒരു പെണ്ണ് അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കടന്ന് കൊണകൊണകൊണകൊണാന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? അവർക്ക് നാണം ഉണ്ടോന്ന്? താങ്കൾ ചെയ്യുന്നത് എന്തോ പുണ്യപ്രവൃത്തി. അതായത് താങ്കൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്വർഗത്തിലൊക്കെ എടുക്കപ്പെടും, ഇല്ലയോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? നിങ്ങൾ എന്തൊക്കെ ഈ കാണിക്കുന്നെന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഉദ്ദേശവും ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സബ്സ്ക്രിപ്ഷനിലെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോക്ക്. ഇപ്പോഴത്തെ അല്ല കുറച്ചാൾ മുമ്പ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് സ്വന്തമായിട്ടൊരു കണ്ണാടി എടുത്ത് മുമ്പ് വെച്ചിട്ട് ചോദിക്കൂ, രേണു സുധി നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. കുറച്ചും കൂടി ഉത്തമമായിരിക്കും ആ ഒരു ചോദ്യം. അന്നേരമാണ് അത് അന്വർത്ഥമാകാൻ പോകുന്നത്. ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതാണ് ഇവരെല്ലാം കരുതുന്ന എഴുതുന്നൊരു സാധനം. ഇവര് ഇത് തന്നെ, സജീന ഇത് തന്നെ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാരും ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഇവരാണോ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ തുടങ്ങിയത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യമായിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തത് ഗോവിന്ദച്ചാമിയാണോ? നമ്മൾ എന്തിനാ അയാളെ പിടിച്ച് അകത്തിട്ടേക്കുന്നേ? ആദ്യമായിട്ട് ഈ നാട്ടിൽ ഒരു കൊലപാതകം ചെയ്തത് വീരപ്പനാണോ? നമ്മൾ എന്തിനാ അയാൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പൊ ആദ്യം ആര് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലാണ് കാര്യം. ആദ്യം ചെയ്യുന്നവൻ എന്തോ ചെയ്തോട്ടെ. ഇപ്പൊ ആദ്യം കുറെ എണ്ണം എടുത്ത് കണ്ടിച്ചാടി എന്ന് പറഞ്ഞാൽ നീയൊക്കെ എടുത്ത് കണ്ടിച്ചാടുവോ? ഇല്ലല്ലോ, നമുക്കറിയത്തില്ല എന്താന്നുള്ളത്. കുറെ ആദ്യകാലങ്ങളിൽ ഭർത്താവ് മരിക്കുമ്പോഴത്തേന് സ്ത്രീകളെ ചിതയിലിട്ട് ചുട്ടുകൊല്ലുമായിരുന്നു, എടുത്ത് പെറുക്കി ചിതയിലിട്ട് ഇട്ടോ. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നതിൽ ശരി ഏതാണ് തെറ്റാണ് ഏതാണെന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ ആദ്യം തുടങ്ങിയത് ഞാനല്ലല്ലോ, അവരൊക്കെ തുടങ്ങിയില്ലേ. അപ്പൊ നമുക്ക് ഇത് മറ്റേ അതുപോലുണ്ട്. ഏതാ ഹരിഹർനഗറിനത് പോയി ഇടിച്ചിട്ട് ഞാൻ തട്ടാമന്റെ മുട്ടിപ്പ ഞാൻ മാത്രമല്ല അതോ അവരും ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ വെക്കുക കേട്ടോ. ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ അങ്ങനത്തെ വെല്ലുവിളി ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ പൂട്ടിക്കാൻ പറ്റുന്ന ടീംസ് ഒക്കെ ഇവരുടെയൊക്കെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഒരു ശിങ്കിടി ചാനൽ അറഞ്ചം പുറഞ്ചം ഒരാൾക്ക് പിടിച്ച് സ്ട്രൈക്ക് കൊടുത്തോണ്ടിരിപ്പുണ്ട്. അത് ആരാന്ന് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് അത് തിരിച്ച് കിട്ടുമ്പോ മനസ്സിലാവും. പിന്നെ എടാ ഞാൻ മാന്യമര്യാദക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും മാന്യം മര്യാദയോ? രേണു മാന്യം മര്യാദക്ക് ജീവിക്കുന്നു? ഓ മൈ ഗാഡ്, വാട്ട് എ പതറ്റിക് സിറ്റുവേഷൻ ഈസ് ദിസ്. അപ്പൊ നമ്മളൊക്കെ അപമര്യാദയായിട്ട് ജീവിക്കുന്നു. രേണു സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടും അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും ആൽബങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ കാണിക്കുന്നതൊക്കെ മാന്യം മര്യാദക്ക് ജീവിക്കുന്നതും അതിനെക്കുറിച്ച് അടച്ചിട്ടൊരു മുറിയിലിരുന്ന് അഭിപ്രായം പറഞ്ഞ നമ്മളെല്ലാം അഴുക്കയും. കൊള്ളാം കേട്ടോ, ഒരു മനസാക്ഷി വെച്ച് പറ. നമ്മൾ ഈ അഴുക്ക പറയുന്നോണ്ടല്ലേ രേണു ലൈംലൈറ്റ് നിൽക്കുന്നേ? രേണു ലൈംലൈറ്റ് നിൽക്കുന്നോണ്ടല്ലേ നമ്മൾ ഈ അഴുക്ക പറയുന്നേ? സീക്രട്ട് ഏജന്റ് പറഞ്ഞ ഡയലോഗ് ഓർമ്മയില്ലേ? എക്കോസിസ്റ്റമാണ്, എക്കോസിസ്റ്റം. മനസ്സിലായോ? നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തികൾ കറക്റ്റ് ആണോന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ഇരുത്തി ചിന്തിക്കുക. അല്ല, ഇപ്പൊ ചിന്തിച്ചാലും പറ്റത്തില്ല, കാരണം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം കറക്റ്റ് ആയെങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് മനസ്സിലാവാൻ സാധ്യതയില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയായിരിക്കും. ഏതെങ്കിലും ഒരു കാലത്ത് എത്തുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമ്പോഴായിരിക്കും ഞാൻ അന്ന് ചെയ്തത് തെറ്റായി പോയല്ലോ എന്നൊരു തിരിച്ചറിവുണ്ടാകുന്നത്. ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചോണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ വേറെ ആരും വിറ്റ് ജീവിക്കുന്നില്ലോ, അല്ലെ വേറെ ആരെയും വിറ്റ് നിന്ന് ജീവിക്കുന്നില്ലല്ലോ. ഞാൻ എന്നെ തന്നെയല്ലേ വിറ്റ് ജീവിക്കുന്നത്. നിനക്ക് എന്താണ് പ്രശ്നം? മനസ്സിലായോ? ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് പോയിന്റ്. അറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ അറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അതാണ് നിങ്ങൾക്ക് അറിയാവുന്ന തൊഴില്. നിങ്ങളുടെ ശരീരഭാഗങ്ങൾ തുറന്നു കാണിക്കുന്നതാണോ നിങ്ങൾക്ക് അറിയാവുന്ന തൊഴിൽ?
ഭയങ്കര തൊഴില് തന്നെ. പുതിയൊരു ഇത്രയും നാള് ഹോട്ടൽ മാനേജ്മെന്റിന് പോയാൽ രക്ഷപ്പെടും, MBA പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ പോളിടെക്നിക്കിന് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും, ITI പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇനി മുതൽ ഇതൊരു പുതിയ കോഴ്സാണ് സബ്സ്ക്രിപ്ഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇതിനകത്ത് ഉള്ളത്. അലൻ ജോസ് പെരേരയൊക്കെ തുടങ്ങിയിട്ട് 20 ആയതേ ഉള്ളൂ, 20 സബ്സ്ക്രിപ്ഷൻ കിട്ടിയതേ ഉള്ളൂ. പക്ഷെ അത് സ്ത്രീകളാണെങ്കിൽ 14,000, 12,000, 3,000 എന്നൊക്കെ പറഞ്ഞിട്ട് കയറും. മനസ്സിലായോ? അപ്പൊ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മേഖലയാണ്. മനസ്സിലായോ? ാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. എടാ നിനക്ക് അതുലിനോടാ നീ പറയാം, എടാ നാണോ മാനം കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് അതിലത് കണ്ട് ആസ്വദിച്ചില്ലേ? അതിൽ കേക്കണ്ട പുഴുത്ത ചീത്ത വിളിക്കും തിരിച്ചതൊക്കെ. അതിലും ഓൾറെഡി ഈ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും ഡാനിയും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ബാക്കി പറ. എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ. എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രൊമോഷൻ ആണ് കിട്ടുന്നത്. അതാണ്. അപ്പൊ പ്രമോഷൻ കിട്ടി, പിന്നെന്തിനാണ് ആ പാവത്തിന് ഇത്ര ഇരുന്ന് അവരെ പറയുന്നത്? രേണുവിന് ഇതൊക്കെ ഇഷ്ടമാണ്, നമ്മൾ ചെയ്യുന്നുണ്ട്. രേണുവിന് പ്രൊമോഷൻ കിട്ടി, രേണുവിനും 10,000 സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രേണുവിന് ഇത് ഇഷ്ടമാണ്. മനസ്സിലായോ? രേണുവിന്റെ കൂടെയുള്ള ചില ശിങ്കിടികൾക്കാണ് ഇതുകൊണ്ട് പ്രശ്നം. എന്തുകൊണ്ടാ പ്രശ്നം? അതിങ്ങനെ അവള് മാത്രം സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇത്ര എടുത്തിട്ട് പോയി, സബ്സ്ക്രിപ്ഷൻ അല്ലല്ലോ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഇത്ര എടുത്തിട്ട് പോയി, അതാണ് പ്രശ്നം. എടാ നാണം ഉണ്ടോ അതില്? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കേട്ടണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതില് നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നീ നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്. മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യവാക്ക് ഞാൻ അശോക് പറയത്തില്ല, തന്താന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞ തന്തയെന്ന് പറയുന്നത് മറ്റേ പെരുമാറ്റച്ചട്ടത്തിനെതിരാണല്ലോ. അപ്പൊ മാന്യമായിട്ട് നമ്മൾ അച്ഛൻ എന്ന് പറയണം. ഞാൻ അങ്ങനെ തന്താന്നൊന്നും പറയാറില്ല, പക്ഷെ എന്റെ ഉള്ളിൽ കിടന്ന് റോഡടക്കുന്ന ചാടി വന്നതാണ് ഈ തന്താവിളി വന്നത്. ശരിയാണ്, ഈ അച്ഛനൊക്കെ വിളിക്കുന്ന ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. ഞാനും വിളിച്ചിട്ടുണ്ട് കേട്ടോ, എന്നെ വിളിച്ചു, ഞാൻ തിരിച്ചും വിളിച്ചു. അപ്പോൾ അതൊക്കെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ മറ്റു കുറച്ച് പേര് കാണുന്നു, ഇവർ ഇൻഫ്ലുവൻസ് ആകുന്നു. സോ രേണു നിർത്തുക എന്നുള്ളതിലാണ് നമ്മളത് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് കാണിക്കാൻ ചെയ്തില്ല. സോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വീട്ടുകാരെ പറയുന്ന പരിപാടികൾ എല്ലാവരും അവസാനിപ്പിക്കുക. നമ്മളെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയുക, നമ്മൾ അങ്ങോട്ട് കയറി ഒരാളെ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറയാതിരിക്കുക എന്നൊരു ആശയക്കാരനാണ് ഞാൻ. പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്, പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. മനസ്സിലായോ? അപ്പൊ അച്ഛൻ എങ്ങനെ രാവിലെ പഠിപ്പിച്ചു തന്നോ? നമ്മൾ വലുതായി കഴിയുമ്പോഴത്തേനും സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് പഠിപ്പിച്ചു തന്നോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അതിനെ അച്ഛനും അമ്മയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മളെ സ്വാധീനിക്കും എന്നത് ശരിയാണ്. എന്നാലും നമ്മൾ എന്തായാലും തോന്നിയ ദിവസം കാണിച്ചിട്ട് അത് അച്ഛന്റെ അമ്മയുടെ നിലയ്ക്കോട്ട് ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലെ വളത്തിന്റെ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പാടില്ല കേട്ടോ. നീ ഈ കിടന്ന് പറയുന്നു, നിനക്ക് നാണമാകുന്നില്ലേ? അതിൽ എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? അവരെന്തിനാ നാണിക്കുന്നേ? എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അതില് നാണം കൊണ്ട് നാണിച്ച് ലജ്ജിച്ച് തല താഴ്ത്തണം എന്നാണ് പറയുന്നത്. ഇത്രയും പരിപാടികളൊക്കെ കാണിക്കുന്ന രേണു തല ഉയർത്തി പിടിച്ച് നടക്കും. മനസ്സിലായോ? നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തണം. തല താഴ്ത്തി പറ. സബ്സ്ക്രിപ്ഷൻ നീ വാദോരാതെ പ്രസംഗിക്കുന്നല്ലോ. എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നു. നിനക്ക് യോഗ്യത, എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവന് കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നിയമപരമായി അവർ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണോ നമ്മൾ അതിനകത്ത് ചെയ്യുന്നേ? ഈ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാം കൊടുത്തപ്പോ അവരതിന്റെ പിന്നിൽ തുടർന്ന ആശയം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ സീൻസ് അവിടെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം, മറ്റുള്ളവർ കാണാത്ത ആ ഫോട്ടോസ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ്. അതിനെ ഇവിടെ മാറ്റി ഒരു എന്താ ഉത്സിത സാധനമാക്കി നിങ്ങൾ എല്ലാണോ മാറ്റി. അത് രേണു മാത്രമല്ല, രേണുവിനെ പോലെ കുറെ എണ്ണം ഉണ്ട്. അതിനെ വന്ന് പർപ്പിളൊക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന കണ്ടു. ആണുങ്ങൾ ഷർട്ടില്ലാതെ 6 പാക്ക് കാണിക്കുന്നില്ലേ? എന്നാ പെണ്ണുങ്ങളും 6 പാക്ക് കാണിക്കി, ഷർട്ടില്ലാതെ കാണിക്കി. ഇതൊക്കെ മുതലെടുപ്പാണ്. എന്നിട്ട് അതിനെ പലതരം മെഴുകലും. പർപ്പിളിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം, കാണിച്ചു തരാം. അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ.
എല്ലാരെയും ചൊറിയാൻ പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ചാനൽ എടുത്ത് ഇത് ചെയ്യുന്ന എല്ലാവരുടെയും ചാനൽ എടുത്ത് ചോദിക്കും. എന്നോടും കുറെ പേര് ചോദിച്ചു, നീ എന്താ പർപ്പിൾ ചെയ്യത്തെ, നീ എന്താ സ്റ്റോറീസ് ഓഫ് ഷെറിൻ ചെയ്യത്തെ? ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിമിഷാഭിഷ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് മാത്രമേ രേണുവിന്റെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിലേക്ക് അത് മാത്രമേ റീച്ച് ആവുന്നുള്ളതേ ഉള്ളൂ. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി രേണുവിന്റെ വിധവാ കാർഡ് മത്സരം കൂടെ നമുക്ക് കാണാം. ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കും പോകാതെ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ആയിരുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ആയിരുന്നു, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് താ, ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോയി. അപ്പൊ നീ കൊണ്ട് ചെലവിന് താ, ഞാൻ വീട്ടിലിരിക്കാം. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നോണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുവിനൊക്കെ എടുത്തിട്ട് ഏറെ കയറ്റുന്നത്. ഏടാ അവർ നിങ്ങളെ അനുകൂലിച്ച് പറയുന്നോണ്ടാന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. നിങ്ങളെ അനുകൂലിച്ച് പറയുന്നത് കൊണ്ടല്ല സജീനെ ശ്രീധുവിനെ എടുത്തിട്ട് എല്ലാവരും ഏറെ കയറുന്നത്. അവര് പറയുന്നതിനകത്ത് ഒരുപാട് മണ്ടത്തരങ്ങൾ വരുന്നുണ്ട്. അവര് നിങ്ങളെ ലോക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ നെഞ്ചത്തോട്ട് കയറാനുള്ള സാധനങ്ങൾ അവര് തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലൂപ്പ് ഹോൾ അടച്ച് ചെയ്യാൻ അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവരുടെ പടലിക്കോട്ട് കയറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സിങ്ക് ഇല്ല. നിങ്ങൾ വന്നിട്ട് സുധിച്ചേട്ടൻ മരിച്ചപ്പോ കിട്ടിയത് 80,000 രൂപ, അതിൽ 69,000 രൂപയ്ക്ക് ബൈക്ക് എടുത്തെന്ന് പറഞ്ഞു. മറ്റവര് പറഞ്ഞു 1,00,000 രൂപയാണ്, 89,000 രൂപയ്ക്ക് ബൈക്ക് എടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർ ഏറി കയറുന്നത്, അല്ലെങ്കിൽ അവരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അവർ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ഇട്ടു. നിങ്ങൾ ന്യായീകരിച്ച് തന്നെ കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടു, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും വേണ്ടടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച പോട്ടടെ എങ്ങനെയാലും. വീണ്ടും വേറെ ഒന്നും നടക്കുന്നില്ല. പല വഴികളും പയറ്റി നോക്കി, ഒന്നിൽ വേക്കുന്നില്ല. ഇത് ബാഡേ, വിധവയായിട്ടൊരു സ്ത്രീ ജീവിച്ച് പോട്ടടെ. ഏത് വിധവയാണ് ഇങ്ങനെ ജീവിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഓപ്പോസിറ്റ് ഉള്ളവന്മാരെ ചീത്ത വിളിച്ച് ആൽബം എന്നും പറഞ്ഞിട്ട് കണ്ടവന്മാരൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇങ്ങനത്തെ ഒരു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സാധനമേ ഉള്ളൂ. ഈ വിപിൻ ലാലിന്റെ പ്രശ്നത്തിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് ശരിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനകത്തെ പ്രധാന പ്രശ്നം എന്തെന്നറിയോ, ഈ സജീന വ്ളോഗ്സ് ഈ ഒരു വിഷയം തുടങ്ങിയപ്പോഴത്തേനും വിപിൻ ലാല് ഈ ഷഫീന ബീവിയുടെ ചാനലിന്റെ താഴെ പോയി ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് വെച്ചിട്ടാണ് ഇപ്പോൾ രേണുവിനെ ന്യായീകരിക്കുന്ന ടീംസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. അതിന് മുമ്പ് ഒരു എക്സ്ക്ലൂസീവ് സാധനം ഞാൻ നിങ്ങൾ കാണിക്കാം. ഭയങ്കര എക്സ്ക്ലൂസീവ് സാധനം കേട്ടോ. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്. ലാസ്റ്റ് ഞാൻ തരുന്നുണ്ട് എന്നാണ് ഞാൻ എഴുതിയത്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടന്റ് തരുന്നുണ്ട് എന്നാണ് ഞാൻ ലാസ്റ്റ് അവർക്ക് കമന്റ് ചെയ്തത്. അതെ. ഹായ്, ഹലോ, നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നമ്മളത് എക്സ്ക്ലൂസീവായിട്ട് തന്നെ ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും മണ്ടിയാണോ അതോ മണ്ടിയിട്ട് അഭിനയിക്കുന്നതാണോ? എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷന്റെ അകത്ത് എക്സ്ക്ലൂസീവ് കണ്ടിട്ടാണ് ഈ പറയുന്നത്. നമ്മൾ ഇന്നൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടാണ്. പക്ഷെ നമ്മൾ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് വിടാൻ പോകുന്നത്. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളുടെ ചാനലിൽ വരുന്ന സാധനം വന്നേ. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ഇതുകൊണ്ടൊക്കെയാണ് ഇവരെ നാട്ടുകാരെടുത്തിട്ട് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോ മറ്റെല്ലാവരും കണ്ടിട്ടുള്ള സജീന വ്ളോഗ്സ് ആ ഒരു ചാനലിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് വിട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന എക്സ്ക്ലൂസീവ് നമുക്കൊന്ന് കേട്ടോളാം. ബൈറ്റ് എടുത്ത താത്ത ആരാണെന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാമല്ലോ. താത്ത ഇപ്പോഴും ആ ബൈറ്റ് എടുത്തിട്ട് ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ താത്ത. അപ്പൊ ഈ താത്തയാണ് ഈ പറയുന്നത്, ബൈറ്റ് എടുത്ത താത്ത. ഒന്നും കൂടെ ഒന്ന് കേൾക്കാം നമുക്ക്. ബൈറ്റൊക്കെ എടുത്തിട്ടുള്ള ആ താത്തേനെ ലാസ്റ്റ് ഞാൻ തരുന്നുണ്ട് എന്നാണ് ഞാൻ എഴുതിയത്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടന്റ് തരുന്നുണ്ട് എന്നാണ് ഞാൻ ലാസ്റ്റ് അവർക്ക് കമന്റ് ചെയ്തത്. അതെ. ഓക്കെ, ഇതാണ് അവർക്ക് ലാസ്റ്റ് കണ്ടന്റ്. ഞാൻ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് തരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഈ വിപിൻ ലാല് ഷഫീന ബീബിയുടെ ചാനലിൽ പോയി കമന്റ് ചെയ്തു. സോ അത് വെച്ചിട്ട് ഇവരിപ്പോ വാദിക്കുന്നത് കണ്ടാ, നമ്മൾ അപ്പോഴേ പറഞ്ഞില്ലേ ഇവരെല്ലാം ഒറ്റക്കെട്ടാ, ഇവരിത് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാ. ഇവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് കമന്റ് ഇട്ടു, കണ്ടോ ഞാനൊരു കണ്ടന്റ് തരുന്നുണ്ടെന്ന് ഇട്ടു. അത് കഴിഞ്ഞ ഉടനെ ഷഫീന ബീബിയുടെ ചാനലിൽ ഇന്റർവ്യൂ വന്നു. അതാണ് ഇവര് പറയുന്ന വാദം. ഇത് കേട്ടിട്ട് ഞാൻ പറയാം. ലാസ്റ്റ് കമന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആ താത്താക്കാണ് പിന്നെ കമന്റ് ഇടുന്നത്. ഞാൻ ഈ ലാസ്റ്റ് കമന്റ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഇയാൾ ഇതേ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ലാസ്റ്റ് കമന്റ് ഇടുന്നല്ലേ പറഞ്ഞു. അപ്പൊ മുമ്പ് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ മുമ്പ് ഇട്ടവന്മാര് ഇതിനകത്ത് നമ്മൾ കൂട്ടുകക്ഷി ചേർക്കണം. ഇല്ലെങ്കിൽ പിള്ളച്ചൻ കള്ളം പറയുമെന്ന് വിചാരിക്കും. അവരെ നമ്മൾ ഇത് ചേർക്കണം. പിള്ളച്ച കണ്ടന്റ് തരുന്നുണ്ടെന്ന് ലാസ്റ്റ് ചെയ്ത മെസ്സേജ്. അപ്പോൾ ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടല്ലോ മക്കളെ. നല്ല രീതിയിൽ കോണ്ടാക്ട് ഉള്ളതുകൊണ്ടാണ് ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇവൻ വിളിച്ച് ഇന്ന ദിവസം ഷൂട്ടിന്റെ തലേന്നാണ് ഇവർക്ക് ഈ മെസ്സേജ് ഇവൻ അയക്കുന്നത്. കണ്ടന്റ് തരുന്നുണ്ട് എന്നും പറഞ്ഞ് അയച്ച്. അപ്പൊ ഇതൊരു പ്ലാനിങ് അല്ലേ? ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് രേണുസുതിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതും. അവിടെ നമ്മൾ ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്നുള്ളത് നിങ്ങളോടൊന്ന് മനസ്സിലാക്കിയ വളരെ നന്നായിരിക്കും. അതായത് അയാൾ അയച്ചത് മെസ്സേജ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അയാൾ ഇട്ടത് കമന്റ് ആണ്. ഇയാൾ ഈ കമന്റ് പലർക്കും ഇട്ടിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് വിവരം ഇല്ലാത്തതാണോ നിങ്ങൾ അഭിനയിക്കുന്നതാണോ? അവര് തമ്മിൽ പ്ലാൻ ചെയ്തൊരു സാധനം ചെയ്യുവാണെങ്കിൽ പ്ലാൻ ചെയ്ത് രേണുവിനെ കൊടുക്കാൻ പ്ലാൻ ചെയ്തു എന്ന് തന്നെ വെക്കുക. അതാണല്ലോ നിങ്ങൾ പറയുന്ന വാദം. അങ്ങനെയാണെങ്കിൽ അയാൾ പോയി പബ്ലിക് ആയിട്ട് എല്ലാവരും കാണുന്നത് പോലെ ഇവർ ഈ ആൽബം തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുവോ?
നിങ്ങൾ ചെയ്യുമായിരിക്കും. എല്ലാവരും അതേപോലെ മന്ദബുദ്ധിത്തരം കാണിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സ്കെച്ച് ചെയ്ത് സാധനം ഇറക്കി വിടത്തല്ലേ ഉള്ളൂ. നേരത്തെ ഓൾറെഡി കമന്റ് ചെയ്തു നിങ്ങൾക്കൊരു കണ്ടന്റ് ഞാൻ തരുന്നുണ്ട്, എന്നിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയും, നമ്മൾ ഒരാളെ സ്കെച്ച് ചെയ്യാണ്, അയാളെ നമ്മൾ പെടുത്തണം. അപ്പൊ ആദ്യമേ നമ്മൾ ഇവരുടെ ഇത് കണ്ടിട്ട് കമന്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് സൂപ്പർ കണ്ടന്റ് തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ കണ്ടന്റ് തരുമ്പോൾ അയാൾ ഏറെ കയറുമെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം ഒരു മനുഷ്യനായിട്ടുള്ള ആൾക്ക് ഉണ്ടാവില്ലേ? ഇനി പോട്ടെ, ഇവര് പറയുന്ന വാദം ഇങ്ങനെ ഇരുന്നോട്ടെ. ദേവ് ടോക്സ് ഈ ബിപിൻലാലിനെ വിളിച്ച് സംസാരിച്ചു, ആ സാധനം നമുക്കൊന്ന് കേൾക്കാം. ഒരാൾ ഞാൻ വിളിച്ചതാ. ആരെയാ വിളിച്ചത്? അറിയാം. അന്ന് ഞാൻ താത്തേനെ അങ്ങോട്ട് വിളിച്ചതാ. ഷഫീന ബീവിനെ അങ്ങോട്ട് വിളിച്ചു അല്ലേ? അങ്ങോട്ട് വിളിച്ചാ എനിക്ക് ഷഫീന ബീവി അല്ല, എന്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അവരെ നമ്പർ കോൺടാക്ട് ചെയ്ത് ഓക്കെ അവരെ വിളിച്ച് അവർക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് സഹകരിച്ച് അങ്ങോട്ട് ചെന്ന് ഞാൻ അവരെ കാലിലിരുന്ന് കൊടുത്താണ്. അവരുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കോണ്ടന്റ് തരാമെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ രേണുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ആ കോണ്ടന്റ് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? അതോടെ ഉദ്ദേശിച്ചത് അതിന്റെ ഉദ്ദേശം ഞാൻ ഇതിനകത്തുള്ള സീൻസ് എന്തായാലും നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, ഇതിനകത്ത് സീൻസ് കാരണം കുണുങ്ങി എന്ന് പറയുന്ന ആ ആൽബമായിട്ട് എനിക്ക് കുറച്ച് വ്യത്യാസം ഇതിനകത്തുണ്ട്. കാരണം അതിൽ നല്ല വൃത്തിയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും. ഓക്കെ, രേണുവിന് തന്നെ വെച്ചാ ചെയ്ത്. രേണു പോരാഞ്ഞ് ദാസനും ഉണ്ടായിരുന്നു. അതിൽ ആകെ എനിക്ക് ക്ലിക്ക് ആയത് അതിന്റെ ഒരു റീല്, പാലത്തിന്റെ മുകളിൽ വണ്ടി ബ്ലോക്ക് ആയ സമയത്ത്. അതിനെ കുറിച്ചൊക്കെ ഭയങ്കര ചൂടായിരുന്നല്ലോ. പാലത്തിന്റെ മുകളിൽ വണ്ടി ബ്ലോക്ക് ആയ സമയത്ത് ഞങ്ങൾ ആ പാലത്തുമ്പിലേക്ക് നിന്ന്, അത് വൺ സൈഡ് വണ്ടി പോകുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ആ പാലത്തുമ്പോൾ നിന്ന് ചെറിയ റീൽസ് എടുത്തിട്ടു. അപ്പൊ ഫുൾ കേൾക്കുന്നത് എം വി ഡി എവിടെ ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം അറിയാൻ വേണ്ടി. വൈ ഷഫീന ബീവി, അതായത് ഈ ഒരു വിഷയം ഷഫീന ബീവിയിലേക്ക് വിളിക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഷഫീന ബീവിക്ക് വിളിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വിഷയം കേട്ടാൽ മനസ്സിലാവുന്ന ഒരാൾ വേണം, അവരെ കുറിച്ച് അറിയാവുന്ന ഒരാളെ വേണം. പിന്നെ ഞാൻ തന്നെ അവരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എനിക്ക് തന്നെ മനസ്സിൽ കുറ്റബോധമുണ്ട്. കാരണം അപ്പൊ അതങ്ങനെ തീർന്നു കൂട്ടിയത് നിങ്ങൾക്കൊക്കെ തരാൻ എനിക്കും തോന്നിയിരുന്നു. അത് നിങ്ങൾ ആരും വരാത്തോണ്ടാ തരാൻ, നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ വന്നിരുന്ന് നിങ്ങൾക്ക് തരും. ആർക്ക് വേണേലും കൊടുക്കാൻ പുള്ളി റെഡി ആയിരുന്നു, ഒരു ബൈറ്റ് കൊടുക്കാൻ റെഡി ആയിരുന്നു. ഇതിനകത്ത് ബിപിൻലാല് ബേസിക്കലി മെഴുകലായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്ത് യാതൊരു തർക്കമില്ല. പുള്ളിക്കാരൻ കിടന്ന് മെഴുകിയേക്കാണ്, അതിനകത്ത് യാതൊരു തർക്കമില്ല. പുള്ളിക്കാരൻ പറയുന്നത് ഇയാളിത് എല്ലാവർക്കും പോയി ഈ കമന്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇവരിത് മീൻസ് പല ആൾക്കാർക്കും കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല കണ്ടന്റ് തരുന്നുണ്ടെന്ന്. അത് ഇയാൾ ഉദ്ദേശിച്ചത് അതൊരു ആൽബം ഇറങ്ങുമ്പോൾ നിങ്ങളത് എടുത്തോണ്ട് പോകുമല്ലോ, അതൊരു കണ്ടന്റ് ആകുമല്ലോ. അതിനോട് എനിക്ക് വലിയ വിശ്വാസമില്ല. ഇങ്ങനെ ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങൾക്ക് ഒരു ഡിംഗോൾഫിക് കണ്ടന്റ് തരുന്നുണ്ട്, പുള്ളിക്കാരി ഹോട്ടായിട്ട് കുറെ സാധനങ്ങൾ ചിത്രീകരിച്ച് ഞാൻ അങ്ങോട്ട് ഇറക്കും, സോഷ്യൽ മീഡിയ കത്തിക്കും. ഇതാണ് അയാൾ ഉദ്ദേശിച്ചിട്ട് എനിക്ക് മനസ്സിലായത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ആശയം എനിക്ക് തോന്നുന്നില്ല. ഈ എന്താ ഞാൻ അവളെ പണിയും, അവളെ സ്കെച്ച് ചെയ്യും, അതിന് താത്തയ്ക്ക് മറ്റേ കണ്ടന്റ് കൊടുക്കാനായിട്ട് അവളെ പോയി സ്കെച്ച് ചെയ്ത് താനോട് താത്തയ്ക്ക്, അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഓൾറെഡി മുൻകൂട്ടി കമന്റ് ഇട്ടിട്ട് പോകത്തില്ല. സോ ഇയാൾ ഉദ്ദേശിച്ചത് ഇതായിരിക്കും, ഞാൻ വൈറലാവും. അപ്പൊ രേണുവിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹോട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ഇടണം, ലിപ്ലോപ്പ് ഉണ്ട്, ബിക്കിനി ഇട്ടുകൊണ്ട് കുളത്തിൽ നിന്ന് മുങ്ങി പോകണം എന്നൊക്കെയുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാതിരി ഒരു കണ്ടന്റ് കൊടുക്കുമെന്നായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പിന്നെ കാരണം രേണു ഒരു സ്ത്രീ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ചില വസ്ത്രങ്ങൾ ഇടില്ല എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ലിപ് ലോക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ എളിയിലെടുത്ത് പിള്ളേരെ പോലെ എടുത്ത് കൊഞ്ചിക്കണം എന്ന് പറഞ്ഞിട്ട് രേണു റിജക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യൂ, തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ വീണ്ടും വന്നിരുന്ന് മെഴുകി കുറെ തോന്നിയ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നും കൂടെ മനസ്സിലാക്കുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. ഉടനെ നമ്മൾ മറ്റൊരു ഇട്ട് വരാം.